എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഗോകു അവനാണെങ്കിൽ 2 ഡ്രാഗൺ ബോൾസ് എടുക്കാനായിട്ട് ഇപ്പോൾ ആ ഒരു നേവി ബേസിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ജനറൽ ആണെങ്കിൽ പ്രതീക്ഷയായിട്ടുള്ള ഗോകുവിന്റെ വരവ് കണ്ട് ഞെട്ടും. ജനറൽ അവന്റെ അസിസ്റ്റൻസിനോട് ഇപ്പോൾ ഗോകുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയുകയാണ്. അതേസമയം ദൂരത്തായി ഇൽമയും ടീമും അവരാണെങ്കിൽ ഗോകുവിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വലിയൊരു പേടകത്തിൽ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം അവര് ഒരു മിസൈൽ തകർക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവർ ജസ്റ്റ് മിസ്സിനെ ഡൈവേർട്ട് ചെയ്ത് രക്ഷപ്പെട്ടു പോവാണ്. ഇവിടെ ഗോകു അവനവന്റെ റഡാർ മിഷനിൽ ഡ്രാഗൺ ബോൾ അതിപ്പോ എവിടെയാണുള്ളതെന്ന് ചെക്ക് ചെയ്യും. അപ്പൊ അവൻ കാണും ദൂരത്തായിട്ട് വലിയൊരു ബിൽഡിങ്ങിലാണ് അതുള്ളത്. സോ ഞാൻ അവിടേക്ക് പോയി എത്രയും വേഗം അത് കണ്ടെത്തണം. അത് കിട്ടിയിട്ടില്ല എങ്കിൽ ആ കുഞ്ഞിപ്പെണ്ണിന്റെ പപ്പയെ അദ്ദേഹത്തെ തിരികെ പിടിക്കാനായിട്ട് കഴിയില്ല. ഞാൻ ഓൾറെഡി അവൾക്ക് വാക്ക് കൊടുത്തതാണ് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരുമെന്ന്. സോ എനിക്കിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ആ റഡാറിൽ സിഗ്നൽ കാണിച്ച ഭാഗത്തേക്ക് ഓടിയെത്തുകയാണ്. അതേസമയം ഗോകുവിന്റെ മൂവ്മെന്റ് തിരിച്ചറിഞ്ഞ ആ ജനറലും അവന്റെ അസിസ്റ്റന്റും അവർ ആ റൂമിലേക്ക് വന്ന് ഇപ്പൊ 2 ഡ്രാഗൺ ബോൾസും നൈസായിട്ട് അവിടുന്ന് അടിച്ചു മാറ്റുകയാണ്. ഗോകു ആണെങ്കിൽ ആ റൂമിലേക്ക് വരും. അവിടെ ഒരുപാട് സോൾജിയേഴ്സ് അവൻ ആ ബിൽഡിങ്ങിന്റെ സീലിംഗ് തകർത്ത് മുകളിലേക്ക് വന്ന് അവിടെയുള്ളവരെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവർ ഗണ്ണൊക്കെ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യും. സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവരെ ഡൈവേർട്ട് ചെയ്ത് രക്ഷപ്പെടും. ഒരു വലിയ സോൾജിയർ ആണെങ്കിൽ ഒരു മിസൈൽ ഉപയോഗിച്ച് ഗോകുവിനെ അറ്റാക്ക് ചെയ്യാണ്. അത് അവന്റെ തൊട്ടടുത്ത് പോയി പൊട്ടിത്തെറിക്കും. പക്ഷെ ഗോകുവിനാണെങ്കിൽ ഒരു പോറൽ പോലും പറ്റില്ല. ഗോകു ഹായ് ആയിട്ട് ചിരിച്ച് അവന്റെ അടുത്തേക്ക് ഓടി വന്ന് വലിയൊരു ടേബിൾ അങ്ങനെ പൊക്കിയെടുത്ത് ആ സോൾജിയേഴ്സിന്റെ ദേഹത്ത് ആഞ്ഞടിപ്പിക്കുകയാണ്. ആ ഒറ്റകളെല്ലാം തന്നെ സ്റ്റിക്കറായി പോവും. അപ്പൊ ദൂരത്തായി ആ ഒരു ജനറൽ CCTV-യിലൂടെ ഗോകുവിന്റെ എല്ലാ മൂവ്മെന്റ്സും മിനിറ്റ് വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗോകു അവൻ വീണ്ടും റഡാർ ചെക്ക് ചെയ്ത് ആ ഡ്രാഗൺ ബോൾ കാണിക്കുന്ന ഭാഗത്തേക്ക് മാറും. ആ ജനറൽ ആണെങ്കിൽ ടെൻസ്ഡ് ആവും. ഓ നോ, എനിക്ക് 1500-ന് മുകളിൽ സോൾജിയേഴ്സ് ഉണ്ട്, അതും വളരെ ട്രെയിൻഡ് ആയവര്. അവരെ കൊണ്ട് ഒരു നുണുങ്ങ് പയ്യനെ പോലും അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കാനോ കഴിയുന്നില്ല. ഇവരെല്ലാവരും വെറും വേസ്റ്റ് ആണെന്ന് പറയും. അതിന് അദ്ദേഹത്തിന് ബ്ലാക്ക് കാറ്റ് പറയും, അവനൊരു ചെറിയ നുണുങ്ങ് പയ്യനല്ല, അവന് നല്ല പവറുണ്ട്, നമ്മുടെ ആൾക്കാർക്ക് ആർക്കും അത്രയും പവറൊന്നും ഇല്ല. ജനറലിന്റെ ദേഷ്യമാണെങ്കിൽ ഡബിൾ ആവും. ഓ നോ, എനിക്കത് നന്നായിട്ട് അറിയാം, നീ എനിക്ക് ലെക്ചർ എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാതെ പറഞ്ഞ് ആളാണെങ്കിൽ ബാക്കിയുള്ള CCTV-കൾ അത് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതേസമയം ഗോകു മുകളിലാണ് ആ ഡ്രാഗൺ ബോൾ ഉള്ളതെന്ന് മനസ്സിലാക്കി മുകളിലേക്ക് ആഞ്ഞെട്ടിക്കും. പക്ഷെ അവൻ കരുതിയതുപോലെ ആ സീലിംഗ് തകർക്കാനാവില്ല. അത് വളരെയധികം സ്ട്രോങ് ആണ്. ഗോകു താഴേക്ക് വന്ന് അടിച്ചു വീഴും. ഇവിടെ ആ ജനറലാണെങ്കിൽ അത് കണ്ട് പൊട്ടിച്ചിരിക്കും. ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. അത് വളരെ സ്ട്രോങ് ആണ്. നിന്നെ കൊണ്ടൊന്നല്ല ആരെ കൊണ്ടും ഈ സീലിംഗ് തകർക്കാനോ ഇവിടേക്ക് വരാനോ കഴിയില്ല. ആ ഡ്രാഗൺ ബോൾസ് അത് എന്റെ കയ്യിൽ സേഫ് ആണെന്ന് പറയും. അടുത്ത നിമിഷം ജനറൽ ആണെങ്കിൽ CCTV-യിൽ ആ പർപ്പിൾ പെണ്ണിനെ കാണും. അവളാണെങ്കിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾ എന്തായി ചെയ്യണേ? ആ ഗോകു ഉള്ളത് മുകളിലാണ്. അവനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഇവൾ ആ സേഫിന്റെ ഭാഗത്തേക്കാണല്ലോ പോകുന്നതെന്ന് പറയും. അടുത്ത നിമിഷം അവൾ ആ ഡോർ ഓപ്പൺ ചെയ്ത് സേഫ് അത് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് കണ്ട് ജനറലിനെ കൺട്രോൾ പോവും. ഓ നോ, അവളും എന്റെ കൂടെ നിന്ന് എന്നെ ചീറ്റ് ചെയ്തു. അവൾ എന്റെ സമ്പാദ്യം മുഴുവനായിട്ടും അടിച്ചു മാറ്റാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. എത്രയും വേഗം അവളെ തടയണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാൻ ശ്രമിക്കും. അതിന് ആ ബ്ലാക്ക് ക്യാറ്റ് ആണെങ്കിൽ അദ്ദേഹത്തെ തടയാണ്. പ്ലീസ്, ദയവ് ചെയ്ത് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം. ഇപ്പൊ ഇവിടുന്ന് പോയാൽ ആ ഗോകുവിന്റെ കയ്യിൽ ചെന്ന് പെടും. അവൻ ഈസി ആയിട്ട് ഇവിടേക്ക് വന്ന് ആ ഡ്രാഗൺ ബോളുമായി രക്ഷപ്പെടും. കട്ട് ചെയ്ത ഇവിടെ ആ പർപ്പിൾ പെണ്ണ് അവളാണെങ്കിൽ ആ ഒരു സ്റ്റോർ റൂമിൽ വലിയൊരു ബോംബ് അത് സെറ്റ് ചെയ്ത് അവിടെ പൊട്ടി അങ്ങനെ തെറിപ്പിക്കും. അവൾ കാണും അവിടെ മുഴുവൻ ഒരുപാട് പണവും വാല്യുബിൾ ആയിട്ട് തിങ്സും എല്ലാം തന്നെ വെച്ചിരിക്കുകയാണ്. അവള് കണ്ണിമ ചിമ്മാതെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കും. അവളാണെങ്കിൽ അതെല്ലാം തന്നെ അടിച്ചു മാറ്റി ഇപ്പോൾ ഒരു പ്ലെയിനിൽ അവിടുന്ന് കടന്നു പോവാണ്. ഇവിടെ ജനറൽ ആണെങ്കിൽ അത് കണ്ട് ടെൻസ്ഡ് ആവും. അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിനെല്ലാം അലേർട്ട് കൊടുക്കുകയാണ്. ജനറൽ ആണെങ്കിൽ ഇപ്പോൾ 2 ഡ്രാഗൺ ബോൾ പൊതിഞ്ഞ് കയ്യിലെടുക്കും. എനിക്കിനിയും ഒന്നും നഷ്ടപ്പെടാനായിട്ട് വയ്യ. സോ നീയാണ് ഇനി കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്. ഞാൻ ഈ ഡ്രാഗൺ ബോളുമായിട്ട് ഇവിടുന്ന് കടന്നു പോവാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് വിട്ടുതരുന്നു. ആ ചെറിയ പയ്യനെ നീ വേണം ഫൈറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ. അത് കേട്ട് അവൻ ഞെട്ടും. ജനറൽ ആണെങ്കിൽ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ലിഫ്റ്റിലേക്ക് കയറി കടന്നു പോകും. അസിസ്റ്റന്റ് ആണെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ കേട്ട് ഷോക്കായിട്ട് നിൽക്കുന്ന അതേ സമയം തന്നെ നമ്മുടെ ഗോകു അവൻ ആ ജനലൊക്കെ തകർത്ത് അവിടേക്ക് ചാടി വരും. നിങ്ങളാണോ ഇവിടുത്തെ ജനറൽ? അതിനവൻ പറയും, അല്ല, ഇവിടെ ഇല്ല. ജനറൽ അതുമായിട്ട് കടന്നുപോയി. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റ് മാത്രമാണ്. അവനാണെങ്കിൽ കോട്ടൊക്കെ അഴിച്ചു വെച്ച് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ഗോകു ആണെങ്കിൽ അവനോട് പറയും, എനിക്ക് നിന്നോട് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ആ ഒരു ഡ്രാഗൺ ബോൾ അത് എവിടേക്കാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞ് സറണ്ടർ ആവുക. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ ഇപ്പൊ ഗോകുവായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അടുത്ത നിമിഷം ആ ഒരു ജനറൽ അവനാണെങ്കിൽ ഒരു പെഡൽ പിടിച്ച് വലിക്കും. ആ ഒരു പെഡലിന്റെ പവറിൽ ഇപ്പൊ ആ സീലിംഗ് അത് അങ്ങനെ തകർത്ത് താഴേക്ക് വീഴുകയാണ്. ആ അസിസ്റ്റന്റ് ഉച്ചത്തിൽ നിലവിളിക്കും. ഗോകു അവിടുന്ന് രക്ഷപ്പെടാനായിട്ട്
ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ആ സീലിംഗ് തകർന്ന് അവരുടെ ദേഹത്തേക്ക് വീഴുകയാണ്. അതിനുശേഷം ഒരു പില്ലർ അത് താഴേക്ക് വരും. അതിനോടൊപ്പം ആ ജനറലും. എല്ലാ പ്രശ്നങ്ങളും ഞാൻ സോൾവ് ചെയ്തു. ഇനി ഡ്രാഗൺ ബോൾസ് എല്ലാം തന്നെ എൻ്റേതാണെന്ന് പറഞ്ഞ് അവൻ ഹായ് ആയിട്ട് നിൽക്കും. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. ആ ജനറലിൽ ആ ഒരു അസിസ്റ്റന്റ് അവൻ തൂങ്ങിക്കിടക്കുകയാണ്. ഇവിടെ ജനറലാണെങ്കിൽ അവന്റെ കയ്യിലുള്ള 2 ഡ്രാഗൺ ബോൾ കയ്യിലെടുക്കും. മൊത്തം എൻ്റെ കയ്യിൽ 6 എത്തിക്കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടെ കിട്ടിയാൽ എൻ്റെ വിഷ് കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ആയിട്ട് നിൽക്കും. ഞാൻ കരുതിയതെല്ലാം തന്നെ എനിക്ക് കിട്ടി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മണ്ടന്മാർ അവരെ ഞാൻ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ് അവൻ ഹായ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും അവൻ്റെ അസിസ്റ്റന്റ് ആളങ്ങനെ ചാടി അകത്തേക്ക് വരിക. അവനാണെങ്കിൽ ജനറലിനെ വിളിക്കും. അവൻ്റെ ശബ്ദം കേട്ട് ഇപ്പൊ ജനറൽ ആള് ഷോക്ക് ആവുകയാണ്. ഓ നോ, നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അതിനവൻ പറയും, നിങ്ങൾക്ക് വേണ്ടിയാണ് രാവും പകലും ഞാൻ അധ്വാനിച്ചത്. പക്ഷേ എന്നെ തന്നെ ഇല്ലാതാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. അതിന് ജനറൽ പറയും, ഒരിക്കലുമല്ല, ഞാൻ ചെറിയ പയ്യനെയാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. എനിക്ക് എന്ത് വില കൊടുത്തും ഈ ഡ്രാഗൺ ബോൾസ് അത് സ്വന്തമാക്കണമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത്. ഞാൻ നിന്റെ ജനറലാണ്. എനിക്ക് എന്തും ചെയ്യാനുള്ള അധികാരം അതുണ്ട്. സോ നീ എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. അത് കേൾക്കേണ്ട താമസം. കൺട്രോൾ പോയ അസിസ്റ്റന്റ് അവനാണെങ്കിൽ ഗണ്ണെടുത്ത് ഇപ്പൊ ജനറലിനെ ഷൂട്ട് ചെയ്യും. അടുത്ത നിമിഷം ആൾ നോക്കൗട്ടായി താഴേക്ക് വീഴുകയാണ്. ആ ഡ്രാഗൺ ബോൾസ് ആണെങ്കിൽ ഉരുണ്ട് അവന്റെ അടുത്തേക്ക് വരും. അവൻ ഹാപ്പി ആയിട്ട് ആ 2 ഡ്രാഗൺ ബോൾസ് എടുക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഗോക്കു അവൻ ആ ഒരു സീലിംഗ് തകർത്ത് പുറത്തേക്ക് വരിക. ഓ, ഈ ഡ്രാഗൺ ബോൾസ് ഇപ്പൊ നിന്റെ കയ്യിലെത്തിയല്ലേ? അതെനിക്ക് മര്യാദയ്ക്ക് തിരികെത്താ. അതിന് അസിസ്റ്റന്റ് ആണെങ്കിൽ നൈസായിട്ട് ഗോക്കുവിനോട് പറയും, എന്റെ ജനറലിനെ പോലെ ഞാൻ അത്ര ക്രൂരനല്ല. എനിക്ക് ഇത് നിനക്ക് തരുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എനിക്കറിയാം എനിക്ക് ഈ ഡ്രാഗൺ ബോൾസ് എല്ലാം തന്നെ ചേർത്ത് വെച്ച് എന്തോ ഒരു വിഷയം സാധിക്കാനുണ്ടെന്ന്. തീർച്ചയായിട്ടും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് അതിന് പരിശ്രമിക്കാം. നിന്റെ കയ്യിലുള്ള ഡ്രാഗൺ ബോൾസ് അതിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. അടുത്ത നിമിഷം ഗോക്കു അവൻ അടിച്ചു പറയും, ഒരു കാരണവശാലും നിന്നെയും നിന്റെ ടീമിലുള്ളവരെ ഞാൻ വിശ്വസിക്കില്ല. അത് കേട്ട ആ സോൾജിയർ ഇപ്പൊ ഗണ്ണെടുത്ത് ഗോക്കുവിനെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ജസ്റ്റ് മിസ്സിന് ഗോക്കു അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഗോക്കു ആണെങ്കിൽ അവനെ പിടിക്കാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം അവൻ ഗോക്കുവെ അറ്റാക്ക് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു റോബോട്ടിനകത്തേക്ക് കയറുകയാണ്. ഗോക്കു എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവൻ ആ റോബോട്ടിനെ വെച്ച് ഗോക്കുവെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം അവിടുന്ന് ഫ്ലൈ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാർ അവർ ഇതുവരെ ഗോക്കു ഉള്ള സ്ഥലം അത് ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. ഓ നോ, ഗോക്കുവിന് അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? തീർച്ചയായിട്ടും ആർമിക്കാർ ഗോക്കുവിനെ വെറുതെ വിടില്ല. അവരെന്തായാലും ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യും. അവൻ നമ്മുടെ സഹായത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവും എന്നിങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബൊൽമയ്ക്കാണെങ്കിൽ കൺട്രോൾ പോവും. ഓ നോ, ദയവ് ചെയ്ത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. എത്രയും വേഗം നമുക്ക് ആ ലൊക്കേഷൻ കണ്ടെത്തണമെന്ന് പറയുമ്പോഴായിരിക്കും ഹാൻസം ബോയ് ആണെങ്കിൽ റഡാറിൽ അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എന്തോ ഒന്ന് വരുന്നുണ്ടെന്ന് ചെറിയ അത് മറ്റാരുമല്ല, ആ പർപ്പിൾ പെണ്ണിന്റെ ഫ്ലൈറ്റ് ആണ്. ഇവിടെ ആ പർപ്പിൾ പെണ്ണാണെങ്കിൽ അവളുടെ റഡാറിലും ഓപ്പോസിറ്റ് എന്തോ ഒന്ന് വരുന്നത് ശ്രദ്ധിക്കും. ആണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. അതിന് ഒരുപക്ഷെ ഗോക്കു ആയിരിക്കോ? അതാരാണെന്ന് എത്രയും വേഗം കണ്ടുപിടിച്ചേ പറ്റൂ. ശത്രു ആണെങ്കിൽ നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യണം. പക്ഷെ നമ്മുടെ കയ്യിൽ വെപ്പൻസ് കുറവാണെന്ന് പറയും. അതിന് ലോഞ്ച് ആണെങ്കിൽ അവളുടെ ഗണ്ണെടുത്ത് കാണിക്കും. ഇവിടെ ഹാൻസം ബോയ് ആണെങ്കിൽ അതാരാണെന്ന് അറിയാൻ അവൾ പോകുന്ന അതേ ട്രാക്കിൽ പോവാണ്. അപ്പോൾ വില്ലത്തി ആണെങ്കിൽ ഇപ്പോൾ ക്ലൗഡ്സുകളുടെ ഇടയിലൂടെയൊക്കെ അവളുടെ ഫ്ലൈറ്റ് അത് ഡൈവേർട്ട് ചെയ്ത് പറത്തും. പക്ഷെ നമ്മുടെ ആൾക്കാർ വിട്ടുകൊടുക്കാതെ അവളുടെ പിന്നാലെ പോകും. അടുത്ത നിമിഷം അപ്രതീക്ഷിതമായിട്ട് ഇപ്പോൾ 2 ഫ്ലൈറ്റുകളും ഫേസ് ടു ഫേസ് വരികയാണ്. അതങ്ങനെ പരസ്പരം സ്ക്രാച്ച് ചെയ്ത് കടന്നു പോകും. 2 ഫ്ലൈറ്റുകൾക്കും സാരമായ ചില തകരാറുകളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കും. അടുത്ത നിമിഷം ആ ഒരു ആണെങ്കിൽ റോബോട്ടിലെ ബീം പവർ ഉപയോഗിച്ച് അവൻ അറ്റാക്ക് ചെയ്യുകയാണ്. ഗോക്കു ആണെങ്കിൽ ആ അറ്റാക്കിൽ നിന്ന് തെന്നി മാറും. അടുത്ത നിമിഷം അതിന്റെ ആ വലിയ കൈകൾ അതുപയോഗിച്ച് ഗോക്കുവെ ചുരുട്ടിയെടുക്കും. വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വെറുതെ വിട്. അതിനവനാണെങ്കിൽ ഗോക്കുവെ ദൂരേക്ക് വലിച്ചെറിയാണ്. ഗോക്കു തകർന്ന് താഴേക്ക് വീഴും. ആ നിമിഷം അവൻ ആ റോബോട്ടുമായി പറന്ന് മുകളിലേക്ക് വരും. പിന്നീട് വീണ്ടും ഗോക്കുവെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവൻ ആ ഒരു ഗണ്ണ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.